കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അവസാന ആദർശവാനും വിട പറഞ്ഞു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ സമാനതകളില്ലാത്ത ഇതിഹാസമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കടകളഞ്ഞ നേതാക്കളിൽ അവസാനത്തെയാൾ. ഇങ്ങനെയൊരു അടയാളപ്പെടുത്തൽ VSനെ കുറിച്ച് നടത്തിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയാണ്. പുറമേക്ക് VS കർക്കശക്കാരനും കടുപ്പമുള്ളവനും വിട്ടുവീഴ്ചയില്ലാത്തവനുമായി കാണപ്പെട്ടു. പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും. മാധ്യമങ്ങളും അദ്ദേഹത്തെ കർശനതയുടെ നിഴലുകൾ കൊണ്ട് വരച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തെ ശരിക്കും അറിയാവുന്നവർ മാത്രം മറ്റൊരു VSനെ കണ്ടു. അപൂർവമായ വാത്സല്യവും ശാന്തമായ കരുതലും നിരായുധീകരണ ഊഷ്മളതയും ആഴമായ മനുഷ്യത്വവുമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ VSനെ അടുത്തറിഞ്ഞവർ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മറന്നും മറികടന്നും പലതും പറഞ്ഞു, ചേർന്ന് നിന്നും. മറ്റു ചിലർ പൊട്ടിക്കരഞ്ഞു. ചരിത്രത്തിൽ അങ്ങനെ മനോഹരമായൊരു കഥയുണ്ട്. VSനെതിരെ അട്ടിമറി വിജയം നേടിയിട്ടും കരഞ്ഞുപോയൊരു സ്ഥാനാർത്ഥി പറഞ്ഞുവെച്ച കഥ. ആയിരത്തി 1996 CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിച്ച VSനെ മാരാരിക്കുളത്തുകാർ കാലുവാരി തോൽപ്പിച്ചു. അന്ന് സ്വന്തം വിജയമറിഞ്ഞപ്പോൾ VS തോറ്റല്ലോ എന്ന് കരഞ്ഞുപോയ നേതാവാണ് കോൺഗ്രസിലെ PJ ഫ്രാൻസിസ്. 1965 വോട്ടിനായിരുന്നു മാരാരിക്കുളത്ത് VSന്റെ തോൽവി. അടുത്തിടെയാണ് അദ്ദേഹം അന്തരിച്ചത്. അന്ന് 80 സീറ്റ് നേടി LDF ഭരണം പിടിച്ചെങ്കിലും VS തോറ്റപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യമായി. 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ അങ്ങനെ 3ാം തവണയും മുഖ്യമന്ത്രിയായി കടന്നു വന്നു. മാരാരിക്കുളത്തുകാർ കാണിച്ചത് ചതി എന്ന് കേരളക്കര പറഞ്ഞു. CPMന് ഭരണം കിട്ടുമ്പോൾ VS തോൽക്കും, VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്ന പല്ലവി തന്നെയുണ്ടായി. പക്ഷേ ഈ പല്ലവിയിലൊന്നും ആടി ഉലയുന്നതായിരുന്നില്ല ആ ജീവിതം. മാരാരിക്കുളത്ത് വീണ VS മലമ്പുഴയിലൂടെ കുതിച്ചു കയറി. വോട്ടുകളുടെ ഭൂരിപക്ഷം കൊണ്ട് ജയിക്കാം, അല്ലെങ്കിൽ തോറ്റിറങ്ങാം. പക്ഷേ ജനമനസ്സുകളിൽ തോൽക്കാതെ നിൽക്കണമെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത സമ്മതി വേണം. അതാണ് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയും K കരുണാകരനും കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ജനസമ്മതി നേടിയ മറ്റൊരു നേതാവ് കേരളത്തിലില്ല. VS വരുന്നു, VS പ്രസംഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തടിച്ചുകൂടുന്ന ജനാവലി അതിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VS നടത്തിയ വീര പോരാട്ടങ്ങളും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത ധീര നിലപാടുകളും VSനെ ജനങ്ങളുടെ പ്രിയ നേതാവാക്കി മാറ്റിയിരുന്നു. മൂന്നാറിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ 3 പൂച്ചകളെ ഇറക്കി പൊളിച്ചടുക്കിയത് അടിതെറ്റാത്ത ഉറച്ച നിലപാടിന്റെ തെളിവായിരുന്നു. ലോട്ടറി മാഫിയക്കെതിരെ പോരാടിയതും R ബാലകൃഷ്ണപിള്ളയെ അഴിമതിക്കേസിൽ അഴിക്കുള്ളിലാക്കിയതും സന്ധിയില്ലാത്ത സമരത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു. അങ്ങനെ പൊരുതാൻ ആ ജീവിതം തീച്ചുളയിലൂടെ വെന്തുരുകി രൂപപ്പെട്ടതാണ്. 4ാം വയസ്സിൽ അമ്മ അക്കാമ്മ മരിച്ചു. 11ാം വയസ്സിൽ അച്ഛൻ ശങ്കരനും. ഒറ്റപ്പെട്ടുപോയ ബാല്യവും കരഞ്ഞു പോകുമായിരുന്ന ആ കുരുന്നു ബാല്യം സഹോദരന്റെ തയ്യൽ കടയിൽ സഹായിയായി കൂടി. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു. കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു പൊതുപ്രവർത്തനത്തിന് തുടക്കം. AKG AV കുഞ്ഞമ്പു എന്നിവരുടെ നേതൃത്വത്തിൽ കയർ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നു. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണരീതി കൊണ്ടുവരാൻ CP രാമസ്വാമി അയ്യർ ശ്രമിച്ചതിനെ അതിശക്തമായി എതിർത്തു. 1946 ഒക്ടോബർ 28-ന് VSനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാർ ലോക്കപ്പിലടച്ചു. കൊടിയ മർദ്ദനമായിരുന്നു നേരിടേണ്ടി വന്നത്. പാദത്തിൽ ബയണറ്റ് കൊണ്ട് കുത്തിയിറക്കി. വേദന കൊണ്ട് പുളയുമ്പോഴും സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയുള്ള വികാരം ആ മനസ്സിനെ ശക്തമാക്കിയിരുന്നു. 5.5 വർഷം ജയിലിൽ, 4.5 വർഷം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഒളിവ് ജീവിതം. VS എന്ന സമരനായകനെ വാർത്തെടുത്തത് അനുഭവത്തിന്റെ തീച്ചൂളയിലെ അഗ്നിനാളങ്ങളായിരുന്നു. 1938 ട്രേഡ് യൂണിയനിലൂടെ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്. പിന്നെ CPIയിൽ അംഗമായി. 57-ൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. CPI സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേർ രൂപം കൊടുത്തതാണ് CPM. അതിനെ കേരളക്കര ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ആ 32 പേരിൽ VSും ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, അങ്ങനെ പാർട്ടിയുടെ സമുന്നത നേതാവായി മാറിയ VSനെ അച്ചടക്ക നടപടിയുടെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി. അവിടെയും VSന്റെ ശോഭ കെട്ടില്ല. ജനമനസ്സിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് VSനെ പുറത്താക്കാനുമായില്ല. MLAയും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ VS തെരഞ്ഞെടുപ്പുകളിൽ ഒരാവേശമാണ്. LDF സ്ഥാനാർത്ഥികളുടെയെല്ലാം വിജയമന്ത്രം. VSന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയോടെയാണ് എല്ലാ LDF സ്ഥാനാർത്ഥികളും വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. ഫ്ലെക്സുകളിൽ VS തരംഗം. ആ തരംഗവും ആ പ്രസംഗവുമാണ് LDFിലേക്ക് വോട്ട് മറിഞ്ഞതിനുള്ള പ്രധാന കരുത്ത്. മാരാരിക്കുളത്തെ വോട്ട് എക്കാലത്തും ചർച്ചാ വിഷയമാക്കാനുള്ളതാണ്. അരൂർ മണ്ഡലത്തിൽ ഗൗരിയമ്മയോട് 2 തവണ തോറ്റ് തുന്നം പാടിയതിന്റെ അനുഭവത്തിൽ നിന്നാണ് ഫ്രാൻസിസ് VSനെ നേരിടാനെത്തിയത്. ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലുമില്ല. ഫ്രാൻസിസിനെ എതിരാളിയായി VS കണക്കാക്കിയതേയില്ല.
SDV ഹൈസ്കൂളിലായിരുന്നു വോട്ടെണ്ണൽ. അന്ന് ദൂരദർശൻ മാത്രമേ വിഷ്വൽ മീഡിയയുള്ളൂ. VS വിജയിച്ച് പുറത്തേക്ക് വരുന്നത് തത്സമയം പകർത്താൻ അവർ സകല തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇടിമിന്നൽ പോലെ ആ വാർത്ത വരുന്നത്. VS തോറ്റു, ഫ്രാൻസിസിന് വിജയം. ഞെട്ടിപ്പോയി കേട്ടവർ. അതൊരു ഞെട്ടലായി കേരളക്കരയാകെ മാറിയപ്പോൾ ഒരാൾ പൊട്ടിക്കരഞ്ഞുപോയി. VS അല്ല, സാക്ഷാൽ ഫ്രാൻസിസ്. സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ഫ്രാൻസിസിന് കണ്ണുനീരണിഞ്ഞുകൊണ്ട് DCC ഓഫീസിലേക്ക് വരികയാണ്. വിജയെ എതിരേൽക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. കരഞ്ഞുകൊണ്ടുവന്ന ഫ്രാൻസിസിനെ കണ്ട് അവർ അന്തം വിട്ടു. ഫ്രാൻസിസിനെ ചിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. കരച്ചിലടങ്ങുന്നില്ല. ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. രക്ഷയില്ല. ഫ്രാൻസിസ് വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ്. ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി ഒരിടത്തും കരഞ്ഞ ചരിത്രം കാണില്ല. വിജയിച്ചതിന്റെ കരച്ചിലായിരുന്നു അതെങ്കിൽ VSന്റെ മനസ്സ് കരയാതെ പരാജയത്തിന്റെ ആഴങ്ങൾ തേടുകയായിരുന്നു. 2001 ഫ്രാൻസിസ് വീണ്ടും മത്സരിച്ചുവെങ്കിലും തോമസ് ഐസക്കിന്റെ മുന്നിൽ അടിതെറ്റി വീഴുകയും ചെയ്തു. ഒരു ചതിയുടെ മുഖമാണ് ആ പരാജയമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. VSനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ബോധപൂർവമായ നീക്കം. മാരാരിക്കുളത്തെ MLA ആയിരുന്ന VS മണ്ഡലത്തിൽ ചെയ്ത 100 കാര്യങ്ങൾ കാണിച്ചിറങ്ങിയ പ്രസ്താവന നേരെ ദോഷമായി വന്ന് ഭവിക്കുകയായിരുന്നു. ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്തു എന്ന് കാണിച്ചുള്ളതായിരുന്നു പ്രസ്താവന. VS ആകട്ടെ ഈ പ്രസ്താവന കണ്ടതുമില്ല. ഇത് വോട്ടർമാർക്കിടയിൽ വ്യത്യസ്ത ചിന്താഗതിയുണ്ടാക്കി. അത് ബോധപൂർവമായ ഇടപെടലായിരുന്നുവെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അന്വേഷണമായി അച്ചടക്ക നടപടിയായി. അതിൽ തെളിച്ചത് CPM മാരാരിക്കുളം ഏരിയ സെക്രട്ടറിയായ TK പളനിയായിരുന്നു. ദീർഘകാലം കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പളനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ CPIയിൽ ചേർന്ന പളനി വീണ്ടും CPMലേക്ക് തിരിച്ചു വന്നു. പൊതുപ്രവർത്തകനായിരുന്ന പളനി പിന്നെ തെരഞ്ഞെടുപ്പില്ലാതെ അച്ചടക്ക നടപടിയില്ലാത്ത ലോകത്തേക്ക് വിടവാങ്ങുകയും ചെയ്തു.